നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വർക്കല ബീച്ചിലാണ്. അപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാനായിട്ട് എത്തിയാണ്. അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല, ഇവിടെ വേറെ ഒത്തിരി ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ അട്രാക്ഷൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറാൻ ചാർജ് 120 രൂപയാണ് ചാർജ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തുള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് ശരിക്കും റേറ്റ് കുറവ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് 120 രൂപയാണ്. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും 250 300 ആ ചാർജിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആദ്യമായിട്ടാണ് നല്ലൊരു അനുഭവം കേട്ടോ. 120 രൂപയാണ് ടിക്കറ്റ്. പിന്നെ അതുപോലെ കൊച്ചുകുട്ടികളെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറ്റത്തില്ല. നമ്മളെന്നാലും നമ്മുടെ ജയിക്കിന് കറക്റ്റ് 5 വയസ്സിന് ജയിക്കിന് പിടിച്ച് കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണെങ്കിൽ തന്നെ ഇവിടെ സ്പീഡ് ബോട്ട്, ബനാന ബോട്ട്, ജെറ്റ് സ്കൈ, അതുപോലെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തായാലും നമ്മൾ ഗോവയിൽ പോകുന്ന പോലെ തന്നെ അതുപോലത്തെ ചെറിയൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും റേറ്റ് കുറവ്, നമുക്ക് ഒത്തിരി ഒരു നല്ല അനുഭവം ഉള്ളത് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഒത്തിരി ആൾക്കാർ ഇതിൽ വരുന്നുണ്ട്. ബാക്കി ആക്ടിവിറ്റീസിലെ ആൾക്കാർ വരുന്നത് കുറവാണ്. കരയിൽ നിന്ന് ഏകദേശം 100 മീറ്ററാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് ഉള്ളത്. അതുപോലെ തന്നെ വീതി വന്നിട്ട് 3 മീറ്ററാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മുടെ ശംഖുമുഖത്തും അല്ലെങ്കിൽ വെട്ടോട് എവിടെയെങ്കിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണിത്. എന്തായാലും നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മുകളിൽ നടക്കുമ്പോൾ നമുക്ക് തിരമാലയുടെ മുകളിൽ കൂടെ നടക്കുന്ന നല്ലൊരു ഫീൽ തന്നെയാണ്. വളരെ വ്യത്യസ്ത അനുഭവമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ചാർജ് വരുന്നത് 120 രൂപയാണ് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇവർ എൻട്രി ഇല്ലെന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ ജയിക്കിനകത്ത് പിടിച്ച് കയറ്റിയായിരുന്നു 4 വയസ്സെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ടിക്കറ്റ് കൊടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 5:40 എന്നാണ് പറഞ്ഞത്. 5:40 നമുക്കിവിടെ എൻട്രി ഉള്ളൂ. അത് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു നല്ല ഫീൽ വരുന്ന ഒരു 5 മണി കഴിഞ്ഞ് തിരമാലകൾ കൂടും. ആ സമയത്ത് ശരിയാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഫീലാണ്.